വലുതാകുമ്പോൾ അതിൻ്റെ ഹലോ ഗായ്സ്, വെൽക്കം ബാലാസിക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. വിരുന്നായിക്കോടെ ആലങ്ങ ഗാർഡൻസിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പാത്രങ്ങൾ വീട്ടിൽ വേണ്ട മേടിക്കാമെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ മേടിക്കാൻ നിൽക്കുന്നത് ചോറും പാത്രം, ലൂമി ക്യാഷുള്ളതും, പിന്നെ വേറെ കുറച്ച് കയ്യിൽ സ്പൂൺ അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഞങ്ങൾ മിക്ക സമയം അവിടെ പോകുമ്പോൾ ആലങ്ങാടിൻ്റെ കടയിൽ നിന്ന് പാത്രം മേടിക്കുക. ഒരു വലിയ കടയാണ്, അവിടെ 3-4 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ കുറേ സാധനങ്ങളുണ്ട്. വലിയൊരു കാറ്ററിംഗ് കാരൊക്കെ ഇവിടുന്ന് മേടിക്കുക. അത്ര എന്തൊക്കെ സാധനമുണ്ട്. വലിയൊരു അരിപ്പ, നമ്മളത്ര സൈസുള്ള, പിന്നെ ചട്ടകം, ബിരിയാണി ചെമ്പ്, അങ്ങനെ കുറച്ച് സംഭവം. ഇങ്ങനത്തെ ഒരു ഇത് മേടിക്കുന്നുണ്ടായിരുന്നു. ഇതറിയാം, റോസ്റ്റഡ് പൊരിക്കുമ്പോൾ ഈ സാധനം ഞങ്ങളുടെ പൊട്ടിപ്പോയി. ഇതൊരെണ്ണം വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേപോലത്തെ എടുക്കാൻ വിചാരിച്ചേ. ലാസ്റ്റ് കട്ടിയുള്ള നല്ല കയ്യിലെടുത്തു. വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അവിടെ കുറേ പാത്രങ്ങളുണ്ട്, പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ട, ഇതിന് ഇത്തിരി കട്ടി കൂടിയ സാധനം മേടിച്ചു. അപ്പോൾ അവിടെ പോയപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാൻ വെച്ചു. വീഡിയോ എടുത്താലും നിങ്ങൾ വ്യൂസൊക്കെ ആണല്ലോ. ഞങ്ങൾ ഒരു സാധനം മറന്നു, ഇഡ്ലി ചെമ്പിൻ്റെ ഉള്ളിൽ ആരെടുക്കാൻ മറന്നു. അടുത്തിടെ പോകുമ്പോൾ മേടിക്കണം. ഇതേ കണ്ട, ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് ഞങ്ങൾ എടുത്തത്. അതിൻ്റെ വലിയ ടൈപ്പ് സൈസ്. അത് കുറച്ച് കണ്ടൊക്കെ ശേഷം എടുത്തു. ഇത് അടുത്ത ടോപ്പ് ഫ്ലോറാണ്. ഞാൻ കുറച്ച് ബ്രഷ് അതൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച് കിട്ടിയില്ല. അപ്പോൾ ടോപ്പ് ഫ്ലോർ കയറിയപ്പോൾ അവിടുത്തെ വീഡിയോ എടുക്കാൻ വെച്ചു. അതിനകത്ത് ഫംഗസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഒരു ഞാൻ ദേശം വിളിച്ച് തന്നില്ല കേട്ടോ, കണ്ടപ്പോൾ കാണിച്ചത്. ഇവിടെ പിന്നെ പാത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഫുള്ള് ഗ്ലാസ് ആയിരുന്നു, പിന്നെ എല്ലാം പൊട്ടി ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ കുറേ മേടിച്ചേക്കണം. ഇതുകൊണ്ട് സ്റ്റീൽ മേടിച്ചു. സ്റ്റീലിൻ്റെ പാത്രം ഇവിടെ തന്നെ മേടിച്ചേക്കണം. ഞങ്ങൾ ബിസി ആൾക്കാരെന്ന് അറിയാലോ. ഇവിടെ ചട്ടകം, പാന്, വുഡൻ ബോർഡ്, ദോശ ചട്ടി, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. എല്ലാത്തിൻ്റെ പേരൊന്നും അറിയില്ല, അറിയുന്നതൊക്കെ പറഞ്ഞു. വെറുതെ ഒന്നും കറങ്ങി കാണിക്കാം. ഞാൻ അത്ര പ്രൊഫഷണൽ ഒന്നുമില്ല, എനിക്ക് അറിയണ പോലെ എടുത്ത് കാണിക്കുന്നു. ഇവിടെ തന്നെയാണ് എൻ്റെ വീട്ടിലെ മിക്ക പാത്രങ്ങൾ വന്നിക്കണം. ഉമ്മയുടെ ടൗൺ ഇരിഞ്ഞാലക്കുടയാണ്, ഹോം ടൗൺ. എൻ്റെ ടൗൺ ഞാൻ പറയണില്ല. ഇവിടെ തന്നെ ഇവരൊരു ഫർണസ് ഉണ്ട്, ഒരു ബാക്ക് സൈഡ് എക്സിറ്റിൽ. അവിടെ ഉരുക്കി ഉണ്ടാക്കണമെന്ന് തോന്നണം. പിന്നെ ഒരു ബ്ലാക്ക് സാധനം ഞാൻ കാണിച്ചില്ലേ, ഒരു ഹോട്ടലിൽ മെനു തരുമ്പോൾ ഒരു സാധനം ഇല്ല, അത് തന്നെ. ഇവിടെ കുറേ പാത്രം കണ്ടിട്ടാ വില. ഫുഡ് കട തുടങ്ങുമ്പോൾ ആവശ്യം വരും. ഇവിടെ നോക്കി വയ്ക്കാം. നമ്മൾ അതൊക്കെ കറങ്ങി വേണ്ടതൊക്കെ എടുത്ത് അവിടെ മൂലി വെച്ചിട്ടുണ്ട്. ഇനി ബാക്ക് ടു ബില്ലിങ്. ഇത് കുറേ കാണിക്കാണ്ട്, എനിക്ക് തന്നെ അറിയില്ല എന്തൊക്കെ വരുന്നു. വേണമെങ്കിൽ മറ്റൊരു വീഡിയോ ഒക്കെ എടുത്ത് പോകാം. വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, എന്നാലും എനിക്ക് മനസ്സിലാവുന്നതിലൊക്കെ. ഇതാണ് നമ്മളെടുത്തത്. ആ കയ്യിൽ കത്തി, 2 പാത്രങ്ങൾ, പിന്നെ കുറച്ച് മുടികൾ. നമ്മൾ ഇരുന്നാടെ ചന്തയ്ക്ക് കിട്ടും. അവിടെ ഞാവൽപ്പഴം, ഞാവൽപ്പഴം 1 കിലോ 200, 200 1 കിലോ 200. റംബുട്ടാൻ, മാങ്കോസ്റ്റീൻ. റംബുട്ടാൻ അവർ ആ മൂല വെച്ചുകൊണ്ട് കണ്ടില്ല. പിന്നെ ഇവിടെ പ്രത്യേക ഗുണമെന്ന് വെച്ചാലേ എല്ലാം ടേസ്റ്റ് ചെയ്യാൻ സാമ്പിൾ കൊടുക്കും. ഏത് കടയിൽ നിന്ന് കിട്ടരുത്, ഇങ്ങനത്തെ കടക്കാരെന്ന് മേടിക്കണം. എനിക്കെല്ലാം കണക്കിനെ കൊതിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരാൾ വിളിച്ച് നല്ല പറ്റുള്ള എന്താണ് ഫ്ലിപ്പിട്ടോണ്ട്. അപ്പോൾ വെറുതെ നോക്കിപ്പോയി. റംബുട്ടാൻ, മാങ്കോസ്റ്റീൻ, അത് ഇതൊക്കെ വീട്ടിൽ വന്ന് ഞാൻ കഴിച്ചിട്ടാ. അതിന് വീടെടുക്കുന്നില്ല, ഫുൾ കവറുകളായി കയ്യിൽ. പിന്നെ ഫസ്റ്റ് കാണിച്ച പോലെ നമ്മൾ ആദ്യം ഷോപ്പിങ്ങിൻ്റെ ടൈം ആ ചെറിയൊരു ഷോർട്ട് ഭാഗമായതുകൊണ്ട് കിട്ടില്ല. എല്ലാം നല്ലോണം മേടിച്ചു. അങ്ങനെ ബായ്, താങ്ക് യു ഫോർ വാച്ചിങ്.